വെൽക്കം എല്ലാവർക്കും കേട്ടിട്ടുണ്ട് ആൻസർ കീ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സാം കഴിഞ്ഞു. അപ്പോൾ എക്സാമിൽ നമ്മൾ EVS പാർട്ടിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ ക്വസ്റ്റ്യൻ കോഡ് ഉള്ള അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാവുന്ന തകരാറ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, വൈറ്റമിൻ എ നമ്മൾ എല്ലാ ജീവകങ്ങളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഡിസീസുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകൾ. സോ വിറ്റാമിൻ എ എന്ന് പറയുന്ന ജീവകത്തിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് നമ്മളുടെ ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ നിശാന്തത, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി ഗ്ലോക്കോമ, ഓപ്ഷൻ ഡി തിമിരം. അപ്പൊ ഇതിൽ നമുക്കറിയാം നമ്മളുടെ ആൻസർ കണ്ണിന്റെ കാഴ്ചക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ജീവകമാണ് എന്ത്, വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ നിശാന്തതയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓർക്കിഡിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷനിൽ അരുണാചൽ പ്രദേശ് ആണ് നമുക്ക് ഓർക്കിഡിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനമായിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ബാംഗ്ലൂർ, കേരളം, തമിഴ്നാട് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഓർക്കിഡിനെ പറ്റിയിട്ട് നമ്മുടെ IUCN ഒരു റെഡ് ലിസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് 2020. അത് കൊടുത്തിട്ടുള്ളത്, അത് തുടങ്ങി വെച്ചിട്ടുള്ളത് അരുണാചൽ പ്രദേശിലാണ്. എന്താ വെച്ചാൽ 40% വരുന്ന ഓർക്കിഡ് സ്പീഷീസുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ അരുണാചൽ പ്രദേശിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കിഡിന്റെ പറുദീസ എന്ന് പറയുന്ന ആൻസർ അരുണാചൽ പ്രദേശ് ആയത്. ഇനി മൂന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, താഴെ ഓപ്ഷൻസ് എലിപ്പനി, ടെറ്റനസ്, കോളറ, ചിക്കൻ പോക്സ്. അപ്പൊ നമുക്കറിയാം വായുവിലൂടെ പകരുന്നത് ചിക്കൻ പോക്സ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. മറ്റ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ജലജന്യ രോഗങ്ങളാണ്, എലിപ്പനി, ടെറ്റനസ്, കോളറ എന്നൊക്കെ പറയുന്നത്. സോ ആൻസർ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അന്വേഷണാത്മക പഠന മാതൃകാ ഘട്ടങ്ങളിൽ 5E അതിൽ വരുന്നതാണ് കുട്ടികൾ കണ്ടെത്തിയ ആശയങ്ങൾ അനുയോജ്യമായ സങ്കേതം ഉപയോഗിച്ച് വിനിമയം ചെയ്യുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 5Eയിൽ ആദ്യത്തേതാണ് എന്ത് പറയുന്നത്, എൻഗേജ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു എൻക്വയറി മോഡൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് എൻഗേജ്. അതിൽ പിന്നെ രണ്ടാമത് വരുന്നതാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന ഘട്ടം. ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നതും പിന്നെ വരുന്നതാണ് ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഭാഗം, അതിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ശലഭത്തിന്റെ ലാർവയ്ക്ക് എത്ര കാലുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ശലഭം എന്ന് പറയുന്നത് ഒരു 6 ഷഡ്പദത്തിൽ പെടുന്നതാണ് അല്ലെ. ഓക്കെ, അതിന്റെ ലാർവ എന്ന് പറയുന്നത് കാറ്റർ പില്ലർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കാറ്റർ പില്ലറിന് എത്ര കാലുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷനിൽ 11, 12, 15, 16 എന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 16. കാരണം 8 ജോഡി കാലുകളാണ് ഉള്ളത്. മുൻവശത്ത് 3 ജോഡി, മധ്യഭാഗത്തായിട്ട് 4 ജോഡി, അതുപോലത്തെ പിന്നിലായിട്ട് 1 ജോഡി, അങ്ങനെ 16, മൊത്തത്തിൽ 16 കാലുകളാണ് നമ്മുടെ കാറ്റർ പില്ലറിന് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഒരു GK ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, August 9 ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂർണ്ണ പരാതം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ താഴെ പറയുന്നതിൽ മൂടില്ലാത്താളി ആൻസേഴ്സിൽ വരുന്നത് മൂടില്ലാത്താളി, ചന്ദനം, മരവാഴ, ഇത്തിൽ കണ്ണി എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഇത്തിൽ കണ്ണിയാണ്. കാരണം എന്താണ്, പൂർണ്ണ പരാതാണ് ചോദിച്ചിട്ടുള്ളത്. മൂടില്ലാത്താളിയും ചന്ദനം എന്നൊക്കെ പറയുന്നത് അർദ്ധപരാതങ്ങളിൽ പെട്ടതാണ്. ഈ മരവാഴ എന്ന് പറയുന്നത് എപ്പിഫൈറ്റ് ആണ് അല്ലെ, വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റൊരു വൃക്ഷത്തിനെ ആശ്രയിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്, മരവാഴ എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഡി ഇത്തിൽ കണിയാണ് നമ്മളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു ചോദ്യമാണ്. ചതവിന് നൽകുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ചൂടേൽപ്പിക്കുക, തിരുമ്മുക, ഓപ്ഷൻ ബി തൈലം പുരട്ടുക, ഓപ്ഷൻ സി ഐസ് പാക്ക് വെക്കുക,
പിന്നെ ഓപ്ഷൻ ഡി ഓയിൽമെന്റ് തേച്ച് മസാജ് ചെയ്യുക. അതിൽ ഓപ്ഷൻ സി ഐസ് പാക്ക് വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ എല്ലാ വർണ്ണവസ്തുക്കളും അതിന്റെ ധർമ്മങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻസ് ക്ലോറോഫിൽ, സാന്തോഫിൽ, കെരോട്ടിൻ, ആന്തോസയാനിൻ ഇവയാണ്. അപ്പൊ ഇതിൽ സാന്തോഫിൽ ആണ് എന്ത് ചെയ്യുന്നത്, മഞ്ഞ നിറം കൊടുക്കുന്നത്. ക്ലോറോഫിൽ നമുക്കറിയാം പച്ച നിറമാണ്, കെരോട്ടിൻ ഓറഞ്ച് ആണ്, ആന്തോസയാനിൻ ചുവപ്പ് കലർന്ന നിറങ്ങളാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5 കിങ്ഡം വർഗീകരണം ആദ്യമായി കൊണ്ടുവന്നത് ഏത് ആളാണ് അത് കൊണ്ടുവന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ജോൺ റേ, കോൾ ലിനേയസ്, കോൾ വൗസ്, റോബർട്ട് എച്ച് വിറ്റേക്കർ. അതിൽ RH വിറ്റേക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ശ്വസിക്കുന്ന വേരുകളുള്ള സസ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്വസിക്കുന്ന വേരുകളുള്ള സസ്യം കണ്ടൽ ചെടിയാണ്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ന്യൂമാറ്റോഫോറുകൾ എന്ന് പറയുന്ന ശ്വസന വേരുകൾ കാണപ്പെടുന്ന ചെടി കണ്ടൽ ചെടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 72ാമത്തെ ചോദ്യം, കേരള പഞ്ചായത്തി രാജ് നിയമവും കേരള മുനിസിപ്പാലിറ്റി നിയമവും കേരള നിയമസഭ പാസാക്കിയ വർഷം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ഓപ്ഷൻ എ 1994 പഞ്ചായത്തി രാജ് നിയമം, കേരള മുനിസിപ്പാലിറ്റി നിയമം കേരള നിയമസഭ പാസാക്കിയത്. പക്ഷെ നമുക്ക് അത് ഇവിടെ ഓപ്ഷനിൽ ഏപ്രിൽ 24 എന്നാണ് ഉള്ളത്. ഏപ്രിൽ 23 ശരിക്കും ഡേറ്റ് എന്ന് പറയുന്നത്. സോ തന്നതിലെ വർഷം നോക്കുമ്പോൾ 94 റൈറ്റ് ആണ്, പക്ഷെ ഡേറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, ജന്തുക്കളുടെ വർഗീകരണത്തിൽ പൂച്ച, പട്ടി, ആന, വവ്വാൽ, തിമിംഗിലം എന്നിവ ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിലെ ഓപ്ഷൻസ് നോക്കാം. കരയിൽ ജീവിക്കുന്നു, 4 കാലുകളുണ്ട്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു, ചെവിക്കുട കാണുന്നു. അപ്പൊ നമുക്കറിയാം ഇത് എല്ലാം തന്നെ സസ്തനി വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പൊ സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. 74, പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ ഡാഷ് ഊർജമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങള് സൗരോർജത്തിന് ഇലയിൽ വെച്ചിട്ട് രാസോർജമാക്കിയിട്ടാണ് മാറ്റുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, രാസോർജം. 75ാമത്തെ ചോദ്യം, ജൂലൈ 21 പ്രാധാന്യം എന്താണെന്നാണ്. അപ്പൊ ജൂലൈ 21 പ്രാധാന്യം എന്ന് പറയുന്നത് മനുഷ്യൻ, ഓപ്ഷൻ എ ആണ് ആൻസർ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനില് കാലുകുത്തിയ ദിവസമാണ് ജൂലൈ 21 എന്ന് പറയുന്നത്. നമുക്കറിയാം നീൽ ആംസ്ട്രോങ് 1969 ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തുന്നത്. ആ ദിവസമാണ് നമ്മൾ ജൂലൈ 21 പ്രത്യേകതയിൽ ഈ ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇനി 76ാമത്തെ ചോദ്യം, ആസൂത്രണം, നിർവഹണം, റിപ്പോർട്ട് തയ്യാറാക്കൽ, അവതരണം എന്നിവ ഏത് പഠനതന്ത്രത്തിന്റെ ഘട്ടങ്ങളാണെന്ന്. ഇതിൽ ഓപ്ഷൻസ് നോക്കൂ. പരീക്ഷണം, സെമിനാർ, പ്രോജക്റ്റ്, നിരീക്ഷണം എന്നിവയാണ്. ഇതിൽ നമുക്കറിയാം നമ്മൾ പ്രോജക്റ്റ് രീതി ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആസൂത്രണം, നിർവഹണം, പിന്നെ പ്രോജക്റ്റിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കലും അതിന്റെ പ്രസന്റേഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, പഠിതാവിന്റെ പ്രായം, പ്രകൃതം, സർഗാത്മകത, സ്വാതന്ത്ര്യം തുടങ്ങിയവയ്ക്ക് അവസരം നൽകിക്കൊണ്ട് പഠന സന്ദർഭങ്ങൾ ഒരുക്കുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ എ ശിശു കേന്ദ്രീകൃതം അഥവാ ചൈൽഡ് സെന്റേർഡ്. ഈ ചൈൽഡ് സെന്റേർഡ് അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ചൈൽഡ് സെന്റേർഡ് ആവാനുള്ള കാരണം നമ്മൾ അതിൽ പ്രായവും പ്രകൃതവും സർഗാത്മകതയും കുട്ടികൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആൻസർ ശിശു കേന്ദ്രീകൃതം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഡി നമുക്കറിയാം, ആൽമരം എന്ന് പറയുന്നത് അല്ലെ. ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് പറയുന്നതാണ് ദേശീയ വൃക്ഷമായിട്ടുള്ള ആൽമരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി 79, ഏറ്റവും ആഴം കൂടിയ ഗർത്തമായ ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസിൽ അന്റാർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയ്ക്കാണ് ഉള്ളത്. അതിൽ ഓപ്ഷൻ സി ആണ്, പസഫിക് സമുദ്രമാണ്. നമുക്കറിയാം മരിയാന ട്രെഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ആഴം കൂടിയിട്ടുള്ള ഗർത്തമാണ് ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, പരിസരത്തെക്കുറിച്ച് പരിസരത്തിനു വേണ്ടി പരിസരത്തിലൂടെയുള്ള പഠനമാണ് പരിസര പഠനം.
ഇതിൽ പരിസരത്തിനു വേണ്ടി എന്നത് സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് നമുക്ക് ഇതിൽ വളരെ ഈസി ആണെങ്കിലും നമുക്ക് ഇതിൽ ഒരു ചെറിയൊരു ഡൗട്ട് വരാവുന്ന ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണിത്, EVS കുറിച്ചുള്ള ഈ ചോദ്യം. അപ്പൊ എന്താണ് ഈ ഒരു പരിസരത്തിന് വേണ്ടി എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതിൽ ഓപ്ഷൻസ് വെച്ചിട്ട് പരിസരത്തിന്റെ ഉള്ളടക്കം, മനോഭാവം, പ്രക്രിയാശേഷികൾ, സർഗാത്മകത എന്നിവയുണ്ട്. ഇതൊരു കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് ഇത് ഓപ്ഷൻ ബി ആണ്, മനോഭാവം എന്നുള്ളതാണ്. കാരണം പരിസരത്തിന് വേണ്ടി നമ്മൾ എന്തിനോ ഒന്ന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലൊരു മനോഭാവം വളരണം. സോ അതാണ് ആൻസർ വരാൻ 99% ഇത് വരാനാണ് സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇത് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, 81ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്ന ജില്ല. തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ഇത് കുറെ പ്രീവിയസ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യനിലും വരുന്ന ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 82. താഴെ പറയുന്നവയിൽ പ്രക്രിയാശേഷികളിൽ പെടാത്തത് ഏത്? നമുക്കറിയാം പ്രക്രിയാശേഷികൾ ഏതൊക്കെയാണ് അല്ലെ? നിരീക്ഷിക്കൽ, അളക്കൽ, പരികൽപ്പന രൂപീകരിക്കൽ എന്നിവയൊക്കെ എന്താണ്? പ്രക്രിയാശേഷിയിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, മനോചിത്രങ്ങൾ രൂപീകരിക്കൽ എന്ന് പറയുന്നതാണ് ഇതിൽ പെടാത്തത്. ഇനി 83ാമത്തെ ചോദ്യം, ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ പൈനാവാണ്. ഇതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി 84ാമത്തെ ചോദ്യം നോക്കൂ. കപടഫലം ഏത് എന്നാണ്. ഓപ്ഷൻസ് കശുമാങ്ങ, ആപ്പിൾ, സബർജെല്ലി, പിന്നെ ഓപ്ഷൻ ഡിയിൽ ഇവയെല്ലാം ഉണ്ട്. ഇതില് ആപ്പിൾ കപടഫലമാണ്, കശുമാങ്ങി കപടഫലമാണ്. അപ്പൊ സബർജെല്ലി കാണുമ്പോൾ നമുക്കൊരു സംശയം വന്നു, പക്ഷെ അതും കപടഫലത്തിൽ പെടുന്ന തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിട്ട് നമുക്ക് എടുക്കാം. കപടഫലം ഇതെല്ലാം കപടഫലത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ 84ാമത്തെ ആൻസർ ഇവയെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, 85ാമത്തെ ചോദ്യം, പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണെന്നാണ്. ഓക്കെ, പക്ഷിക്കൂടുകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ പാലിയോളജി ഉണ്ട്, ബി കാലിയോളജി, സി ഓർണിത്തോളജി, ഡി ഓർത്തോളജി. അപ്പൊ പക്ഷിക്കൂടിനെ കുറിച്ചിട്ടുള്ള പഠനത്തിന് കാലിയോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷികളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ്. ഇനി 85ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്നുള്ളതാണ്. പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നത് കാലിയോളജിയാണ്. പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. നമുക്ക് അത് ഓപ്ഷൻ ബി ആണ് നമുക്ക് എടുക്കാനുള്ളത്. കാലിയോളജി എന്ന് പറയുന്നതാണ് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. എന്താണ് പിസികൾച്ചർ എന്നാണ് അടുത്ത ചോദ്യം. പിസികൾച്ചർ എന്ന് പറയുന്നത് ഓപ്ഷൻ എയിൽ കൂൺ കൃഷിയുണ്ട്, ബി മത്സ്യകൃഷി, 86 പക്ഷി പരിപാലനം, 86 പച്ചക്കറി കൃഷി. പിസികൾച്ചർ എന്ന് പറയുന്നത് മത്സ്യകൃഷിയാണ്. 87ാമത്തെ ചോദ്യം, കുരുവിക്കൊരു കൂട് പദ്ധതി വനം വകുപ്പ് ആരംഭിച്ചത് എന്തിനാണെന്നാണ്. അപ്പൊ കുരുവിക്കൊരു കൂട് എന്നുള്ള പദ്ധതി എന്ന് പറയുന്നത് അങ്ങാടി കുരുവികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ, അങ്ങാടി കുരുവികളെ സംരക്ഷിക്കാൻ. ഇനി 88ാമത്തെ ചോദ്യം, നവംബർ 10 പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. അപ്പൊ നവംബർ 10 പ്രാധാന്യം എന്ന് പറയുന്നത് ലോക ശാസ്ത്ര ദിനമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ലോക ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനം നമുക്കറിയാം ഫെബ്രുവരി 28 ലോക പരിസര ദിനം ജൂൺ 5 ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22 സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. താഴെ പറയുന്ന സസ്യങ്ങളിൽ ഒറ്റപ്പെട്ടത് ഏത്? ഇതിൽ തന്നിരിക്കുന്നത് 4 ഓപ്ഷൻസ് ആണ്. കുടപ്പന, മാവ്, ജാതി, കുടംപുളി എന്നിവയൊക്കെ. അപ്പൊ ഇതില് നമുക്ക് ഏകബീജപത്ര സസ്യങ്ങൾ, അതായത് ദ്വിബീജപത്ര സസ്യങ്ങളുണ്ട്. അപ്പൊ ഇതില് മാവ്, ജാതി, കുടംപുളി എന്നൊക്കെ പറയുന്നത് ദ്വിബീജപത്ര സസ്യം, ഡൈക്കോട്ടിലിഡൻസ് ആയിട്ടുള്ള ചെടികളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പെടാത്തത് കുടപ്പനയായിട്ട് നമുക്ക് എടുക്കാം. 89ന്റെ ആൻസർ എ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൂപടത്തിൽ കടും നീല നിറം നൽകുന്ന ഭാഗം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഭൂപടത്തിൽ കടും നീല നിറങ്ങൾ കൊടുക്കുന്നത് ജലാശയങ്ങളെ സൂചിപ്പിക്കാനാണ്. ജലത്തിന്റെ അംശമുള്ള ലേക്കുകളും സീയും പോണ്ടുകളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കടും നീല നിറം ഉപയോഗിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. പ്രീവിയസിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ആൻസേഴ്സും
വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 1, 2 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ. എല്ലാവർക്കും നന്ദി.